ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനിൽപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചെമ്പനിൽപ്പൂവിൽ വരാനിരിക്കുന്നൊരു ഭാഗത്തെക്കുറിച്ചാണ് ഞാനീ പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ബീരാനിക്ക വീട്ടിലേക്ക് വന്നതിന് ശേഷം ബീരാനിക്കയുടെ പെരുമാറ്റത്തിൽ നിന്ന് സച്ചിക്കും രേവതിക്കും മഹേഷിനും എല്ലാം തന്നെ ചെറിയൊരു സംശയം തോന്നിയിട്ടുണ്ട്. എന്തിന് ഇന്നത്തെ എപ്പിസോഡിൽ ചന്ദ്രയ്ക്കും രവിക്കും വരെ ബീരാനിക്ക ശരിക്കും ഒരു ബിസിനസ്സുകാരനാണോ എന്നൊരു സംശയം തോന്നുന്നുണ്ടല്ലോ. കാരണം എന്ത് പറഞ്ഞാലും ബീരാനിക്കയുടെ സംസാരം വന്നെത്തുന്ന ആടിലാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം ചന്ദ്ര ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ രവിയോടായിട്ട് ചോദിക്കുന്നുമുണ്ട്. ഇദ്ദേഹം എന്ത് പറഞ്ഞാലും ഏറ്റവും അവസാനം ആടിൽ വന്ന് അവസാനിക്കുന്നത് എന്ന് പറയുമ്പോഴത്തേക്കും തനിക്കും അങ്ങനെ ഒരു സംശയമുണ്ടെന്ന് രവി പറയുന്നതായിട്ട് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കണ്ടതാണ്. അങ്ങനെ ഈ പൊങ്കലാഘോഷങ്ങളെ കഴിഞ്ഞതിന് ശേഷം ഇനിയും ഇളയച്ചനായിട്ട് ബീരാനിക്ക ഇവിടെ നിർത്തിക്കഴിഞ്ഞാൽ തൻ്റെ കള്ളിയെല്ലാം വെളിച്ചത്താവും താൻ ആരാണെന്നും തനിക്കൊരു മകനുണ്ടെന്നുള്ള സത്യങ്ങളെല്ലാം തന്നെ സച്ചിയായി തന്നെ കണ്ടുപിടിക്കുമെന്ന് മനസ്സിലായിക്കൊണ്ട് ശ്രുതി ബീരാനിക്ക അവിടുന്ന് പറഞ്ഞയക്കുന്നുണ്ട് കേട്ടോ. വീരാൻ പോയി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട്, ഇനി എന്തിനാണ് അവിടെ നിൽക്കുന്നത്, നമ്മുടെ പൊങ്കലാഘോഷം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞു, 4 ദിവസം എന്ന് പറഞ്ഞ് വന്നതാണ്. പക്ഷെ 4 ദിവസം ശ്രുതിയുടെ ഇളയച്ചൻ ഇവിടെ ഉണ്ടാവുമെന്ന് കരുതിയിട്ടാണ് ഇവിടെ നിൽക്കാമെന്ന് ഞാൻ സമ്മതിച്ചത്. എന്തായാലും ഇനിയിപ്പോൾ നിന്നിട്ട് വലിയ കാര്യമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ചന്ദ്ര സംസാരിക്കുകയാണ്. ഈ ഒരു സമയത്ത് അച്ഛമ്മ പറയുന്നുണ്ട്, ആരും തന്നെ പോകരുത്, 4 ദിവസം എന്ന് പറഞ്ഞിട്ട് നേരത്തെ പോയി കഴിഞ്ഞാൽ അതെനിക്ക് സങ്കടമാവും. 4 ദിവസം നിങ്ങളിവിടെ ഉണ്ടാവുമല്ലോ എന്നുള്ള സന്തോഷത്തിലാണ് ഞാനുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു മത്സരവും തയ്യാറാക്കിയിട്ടുണ്ട്. ഈ മത്സരത്തിൽ ജയിക്കുന്നവർക്ക് ഞാനൊരു സമ്മാനവും കരുതിയിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എന്തായാലും അച്ഛമ്മ നൽകുന്ന സമ്മാനം ചെറുതല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ചന്ദ്ര അവിടെ നിൽക്കാമെന്ന് സമ്മതിക്കുകയാണ് കേട്ടോ. എന്നാൽ പിന്നീട് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സച്ചിയുടെ സ്വഭാവം അറിയാമല്ലോ, എന്തുണ്ടെങ്കിലും തുറന്ന് പറയുന്നതുകൊണ്ട് തന്നെ വർഷയ്ക്ക് സച്ചിയെ തീരെ ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരത്തിൽ തങ്ങൾ ജയിച്ചേ മതിയാവുള്ളൂ എന്ന് വർഷ ശ്രീകാന്തിനോടും ശ്രുതിയോടുമായിട്ട് പറയുന്നുണ്ട്. അതുമാത്രമല്ല ചന്ദ്ര തൻ്റെ പ്രിയപ്പെട്ട മരുമക്കളോടായിട്ട് പറയുന്നുണ്ട്, ഏത് വിധേനയും സച്ചിയെ രേവതി തോൽപ്പിക്കണം, ഈ ഒരു മത്സരത്തിൽ പങ്കെടുത്ത് നിങ്ങൾ തന്നെ സമ്മാനം നേടണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവരുടെ 3 പേരുടെ സംസാരം അച്ചാമ്മ കേൾക്കാനിടയാവുകയാണ്. എന്നാൽ സച്ചി രേവതി എന്താണ് പറയുന്നതെന്ന് കേൾക്കാനായിട്ട് അച്ചാമ്മ അവരുടെ റൂമിൻ്റെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് രേവതി പറയുന്നത് എങ്ങനെയാണ്, നമുക്ക് മത്സരം ജയിക്കുന്നതിലല്ല പ്രാധാന്യം, മത്സരത്തിൽ പങ്കെടുക്കുക, സമ്മാനം ഇപ്പം ആര് നേടിയാലും അത് നമ്മുടെ കുടുംബക്കാർ തന്നെയല്ലേ നേടുന്നത്, അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നൊക്കെ സച്ചി രേവതിയും പറയുമ്പോഴത്തേക്ക് ഇവരുടെ മനസ്സ് ആരും തന്നെ കാണുന്നില്ലല്ലോ എന്ന് നമ്മുടെ അച്ചാമ്മ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. അതിനുശേഷം അച്ചാമ്മയായി തന്നെ തീരുമാനം എടുക്കുകയാണ്, ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സച്ചിയെയും രേവതിയെയും ഒരു ശത്രുവായിട്ട് തന്നെയാണ് ബാക്കിയുള്ളവർ കാണിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിൽ പുതിയൊരു നിയമം ഉണ്ടാക്കാനായിട്ട് നമ്മുടെ അച്ചാമ്മ തീരുമാനിക്കുകയാണ്. അങ്ങനെ മത്സരത്തിന് 2 ഗ്രൂപ്പുകളായിട്ട് തിരിക്കുകയാണ്. ഗ്രൂപ്പിന്റെ ക്യാപ്റ്റന്മാരായിട്ട് തിരഞ്ഞെടുക്കുന്നത് രവിയെയും ചന്ദ്രയും ആണ് കേട്ടോ. ചന്ദ്രയുടെ ഗ്രൂപ്പിൽ നിൽക്കുന്നത് സച്ചിയും ശ്രുതിയും ശ്രീകാന്തും, രവിയുടെ ഗ്രൂപ്പിൽ നിൽക്കുന്നത് ശ്രുതിയും വർഷയും രേവതിയും ആണ് കേട്ടോ. അപ്പൊ ഈ ഒരു സമയത്ത് ആദ്യമൊക്കെ ചന്ദ്ര സച്ചിയെ തന്റെ കൂടെ നിർത്താനായിട്ട് സമ്മതിക്കുന്നില്ല എങ്കിലും അവസാനം അച്ചാമ്മയുടെ സംസാരത്തിലൂടെ ചന്ദ്ര എല്ലാത്തിനും തന്നെ സമ്മതിക്കുകയാണ്. അങ്ങനെ മത്സരം തുടങ്ങിയതിന് ശേഷം ഇഞ്ചോട് പോരാട്ടമാണ് നടക്കുന്നത്. അതായത് പിണക്കങ്ങളെ ശത്രുതയെല്ലാം മറന്നുകൊണ്ട് ശ്രുതിയും രേവതിയും വർഷയും ഒരേ രീതിയിൽ തന്നെ മത്സരിക്കുന്നു. അങ്ങനെ മത്സരം തുടങ്ങി ഇഞ്ചോട് പോരാട്ടത്തിൽ നിൽക്കുന്ന സമയത്താണ് ആദ്യം തന്നെ വരുന്നത് ഉറിയടിയാണ് കേട്ടോ. ഉറിയടിയുടെ സമയത്ത് നമ്മുടെ ശ്രുതിയും വർഷയും ശ്രീകാന്തും എല്ലാം തന്നെ ഉറിയടിക്കാൻ നോക്കുന്നുണ്ട്. എന്നാൽ ആരും തന്നെ ജയിക്കുന്നില്ല. അവസാനം നമ്മുടെ രേവതി വരികയാണ്. രേവതി വന്നതിന് ശേഷം രേവതിനെ നല്ല രീതിയിൽ തന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് സച്ചി. ഈ ഒരു സമയത്ത് രേവതി ഉറിയടിക്കാനായിട്ട് മുകളിലേക്ക് കോലി വീശി നേരെ അടിക്കുന്നത് നമ്മുടെ ശ്രുതിയുടെ തലക്കെട്ടാണ്. അപ്പൊ ഇത് കാണുമ്പോൾ സച്ചി പറയുന്നുണ്ട്, രേവതി 1 അല്ല 2 നിനക്ക് കൊടുക്കാൻ പാടില്ലായിരുന്നു ചോദിക്കുന്ന സമയത്ത് ശ്രുതി ചോദിക്കും, രേവതി നീ എന്തായി കാണിച്ചത്, ശ്രുതിയുടെ തലക്കെട്ട് എന്തിനാ അടിച്ചെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അറിയാതെ സംഭവിച്ചു പോയതാണെന്ന് രേവതി പറയുന്നുണ്ട്. എന്നിരുന്നാലും ആ ഒരു സമയത്ത് രേവതിയുടെ അടി നല്ല രീതിക്ക് തന്നെ നമ്മുടെ ശ്രുതിക്ക് കൊള്ളുന്നുണ്ട്. അപ്പോൾ മനഃപൂർവ്വം അല്ലെങ്കിൽ നമ്മുടെ രേവതി ശ്രുതിയുടെ തലക്കെട്ട് നല്ല അടി കൊടുക്കുന്ന ഒരു ഭാഗം നമുക്ക് വരാനിരിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.